നമസ്കാരം. ഡോക്ടർ ആരിഫ് ഹുസൈൻ, എക്സ് മുസ്ലിം എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. അദ്ദേഹത്തെ പിടിക്കണം, അദ്ദേഹത്തെ വിചാരണ ചെയ്യണം, പറ്റുമെങ്കിൽ അന്ത്യശ്വാസം വലിക്കുന്നവരെ ഏകാന്ത തടവിന് വിധിക്കണം. അതോടെ ബുദ്ധി മുഴുവൻ നശിച്ചു പോവുമല്ലോ. കാരണം അയാളുടെ കയ്യിൽ ഇത്തിരി ബുദ്ധി ബാക്കിയുണ്ടെങ്കിൽ അയാൾ വീണ്ടും അയാളുടെ പരിപാടികൾ ആരംഭിക്കും. ആയതുകൊണ്ട് പറ്റുമെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരിഫ് ഹുസൈനെ തൂക്കിക്കൊന്നു. നമ്മുടെ കാര്യം അതൊക്കെയാണ് നമ്മളുടെ മോഹങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു മതവും വളർന്നിട്ടുള്ളത് ഇവിടെ പൂർവപക്ഷി എന്ന് പറയുന്നൊരു സങ്കേതമുണ്ട്. അത് വേദങ്ങളിലുള്ളതാണ്. ആചാര്യൻ അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത്, സത്സംഗ സമയത്ത് സംശയം വരുമ്പോൾ അവിടെയുള്ള ഒരു കുട്ടി, പൂർവപക്ഷക്കാരൻ പറയും, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ പറയുന്നത്? അതിലെന്താണ് ഒരു ശരിയുള്ളത്? ആ സമയത്ത് കടന്നു പോടാ എന്നല്ല പറയുന്നത്, ഞാനത് പറഞ്ഞു തരാം. അവിടെ അത് ക്ലാരിഫൈ ചെയ്ത് അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം മുന്നേറുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്ഥിതി അതല്ല. നമ്മൾ പിടിച്ച മുയലിന് രണ്ട് ചെവിയില്ലേ? അല്ല, രണ്ട് ചെവി എന്നല്ല അല്ലേ? ഓക്കെ, എത്ര വെച്ചാൽ അങ്ങനെ എന്ന് പറയുന്ന പോലെ മതവിമർശനം പാടില്ല. അത് അപരാധമാണ്. മതവിമർശനം ഒരു അപരാധമാണ്. അതിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമില്ലെന്ന് വാദിക്കുന്ന ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. മതത്തെ വിമർശിക്കണം. കാരണം മതം ഇന്നത്തെ സാഹചര്യത്തിൽ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എല്ലാവരുമായിട്ടല്ല, കുറേ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആയതുകൊണ്ട് മതം മുന്നേറുന്ന വഴിയിൽ എന്തെങ്കിലും മുള്ളും മുരടും മൂർക്കം പാമ്പുണ്ടെങ്കിൽ പറയണം, ദേ അവിടെ മുള്ളും മുരടും മൂർക്കം പാമ്പുണ്ടെന്ന് പറയണം. ഇന്നിപ്പോൾ ഇസ്ലാം അനുഭവിക്കുക ഏറ്റവും വലിയ സങ്കടം അതാണ്. ഇസ്ലാം തീവ്രവാദം, ഇസ്ലാം ഭീകരവാദം ഞാൻ പറയുന്നതാണോ? ഇന്ന് എല്ലാവരെയും മനസ്സിലതാണ്. ആയതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സ്ഥിതി, ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും അവരെ പുണ്യദേശമായിട്ട് കരുതുന്ന സ്ഥലത്ത് അവിടെ തീക്കളിയാണ്, ചോരക്കളിയാണ് അവിടെ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ലോകത്തോടൊപ്പം നീങ്ങാൻ പറ്റാത്തതുകൊണ്ട്, എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ട്. കാടിനകത്ത് സിംഹങ്ങൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുക. സിംഹങ്ങളും പോത്തുകളും ഒരുമിച്ച് സഞ്ചരിക്കാറുണ്ടോ? പോത്തുകളായിട്ട് സഞ്ചരിക്കുന്നു, സിംഹങ്ങളായി സഞ്ചരിക്കുന്നു, ജിറാഫുകളായിട്ട് സഞ്ചരിക്കുന്നു. അതെല്ലാം വേറെ വിഭാഗങ്ങളാണ്. പക്ഷെ മനുഷ്യരുടെ കാര്യം എടുക്കുമ്പോൾ മനുഷ്യരായിട്ട് ഒരുമിച്ചല്ലേ സഞ്ചരിക്കേണ്ടത്? പക്ഷെ അതിനൊരു കൂട്ടം മനുഷ്യർ, കൃത്യ പറയുകയാണെങ്കിൽ ഇസ്ലാം കൈയാളുന്ന മുസ്ലിങ്ങൾ, അവരെപ്പോഴും വേർപെട്ട് സഞ്ചരിക്കുന്നവരാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല, ഞങ്ങൾ വേറെ സൈസാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരെപ്പോഴും മുഖ്യധാരാ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ പണ്ടാരടങ്ങിയ രാജ്യത്ത് ജനിക്കാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് മുസ്ലിങ്ങളുടെ ഗ്രൂപ്പാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ വിമർശന ശരങ്ങൾ ഏറ്റവും അവർ കഴിയുന്നില്ല. അപ്പോൾ അവരെന്താ പറയുന്നത്? പലരും പറയുന്നുണ്ട്, നീ ഈ പറഞ്ഞത് ലണ്ടനിൽ പറഞ്ഞാൽ അതിൻ്റെ മൂക്കിടിച്ച് പരത്തും. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. നീ ഈ പറഞ്ഞ കാര്യം തുർക്കിയിൽ പോയി പറഞ്ഞ്, നീ ഈ പറഞ്ഞ കാര്യം സൗദി അറേബ്യയിൽ പോയി പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുക ആരിഫ് ഹുസൈൻ അവിടുത്തെ പ്രധാനമന്ത്രിയാവും. അതാണ് സംഭവിക്കുക. കാരണം ആരിഫ് ഹുസൈൻ പറയുന്ന കാര്യങ്ങൾ എന്നേ അവിടെ അവർ പറയാൻ തുടങ്ങി. നമ്മളുടെ സൗദി അറേബ്യ MBS പോലുള്ള മുഹമ്മദ് ബിൻ സൽമാനെ പോലുള്ള ആൾക്കാർ പറയാൻ തുടങ്ങി. അവിടെ സിനിമാ തിയേറ്റർ വന്നു, അവിടെ മദ്യഷോപ്പുകൾ വന്നു. അത് മദ്യം കുടിച്ചിങ്ങനെ വലിയ ബോർഡൊന്നും വെച്ചിട്ടല്ല കേട്ടോ. അതിന് ചില മര്യാദകൾ അത് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട കാര്യം തന്നെയാണ്. അവർ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്വന്തം ഫുട്ബോൾ ടീം വന്നു, അവർ പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, DJ പാർട്ടികളുണ്ട്, നബിദിന ആഘോഷം, അവിടുത്തെ നബിദിന ആഘോഷം നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിപൊളിയാണ് അവിടുത്തെ. അപ്പോൾ ഇവിടെ എല്ലാവരും പറയും, അതിന് അവർ മുസ്ലിങ്ങളല്ലല്ലോ, അത് സൗദികളെ കാഫറുകളല്ലേന്ന്.
കാരണം ഇവർ പറയുന്ന ഇവിടെ ഇവരുകൾ മാത്രമല്ലേ മുസ്ലിങ്ങളായിട്ടുള്ളൂ. ഇവർക്ക് ആഫ്രികളാണ്. കാരണം അവരാരും ഇവിടെ വന്ന് ഇവരെ കീഴിൽ ജോലി ചെയ്യുന്നില്ലല്ലോ. ഇവിടുന്ന് ഇവരല്ലേ അവിടെ പോയിട്ട് പിച്ച നട്ടാണ് നടക്കുന്നത്. അവർക്ക് അത്രയല്ലേ വില കാണാൻ പറ്റുള്ളൂ. എന്നിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ ബാങ്ക് വിളി, അവിടെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അവിടെ ബാങ്ക് വിളിയിൽ ഉണ്ട് അവർ പറയാം അവർക്ക് ആഫ്രികളാണ്. എനിവേ, അപ്പോൾ ഇവിടെ ആരിഫ് ഹുസൈൻ പറയുന്ന കാര്യം, നീ ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ദുബായിൽ പോയിട്ട് പറ. ഞങ്ങൾക്ക് വട്ടല്ലേ ദുബായിൽ പോയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ത്യക്കാരനല്ലേ. അന്യൊരു രാജ്യത്ത് പോയിട്ട് അവിടെ പോയിട്ട് മറ്റേ ജയ് വിളിക്കാൻ പാടുണ്ടോ? അന്യൊരു രാജ്യത്ത് പോയിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ ഇന്ത്യയിലുണ്ട്, ബംഗ്ലാദേശ് പഴയ പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട്, മറ്റേ അവാമി ലീഗിൻ്റെ നേതാവ് ഇവിടെയുണ്ട്. അപ്പോൾ അവരിവിടെ എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ഇവിടെ വെച്ച് അത് ചെയ്യരുത്. ബംഗ്ലാദേശുകാർ പറഞ്ഞു അവരെ കൊണ്ട് അവിടെ വെച്ചിട്ട് ജയ് വിളിപ്പിക്കാൻ സമ്മതിക്കരുത് പറഞ്ഞപ്പോൾ അവർ അടക്കം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സ്ഥിതി അതാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വീടിനകത്ത് വെച്ച് നമ്മൾ പറയും. അപ്പുറത്തെ വീട്ടിൽ അവിടെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പാടില്ല, ഞാനാ പറയണമെന്ന് പറഞ്ഞാൽ അവർ കല്ലെടുത്ത് എറിയും. അപ്പോൾ ഇവർ ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഞങ്ങളുടെ സൗദി അറേബ്യ, ഞങ്ങളുടെ ആരോ പറഞ്ഞു മുസ്ലിം വളരുകയാണ്. എവിടെ മുസ്ലിം വളരുന്നു? ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. അതൊക്കെ അവരവരുടെ രാഷ്ട്രങ്ങളാണ്. സൗദി അറേബ്യയിലുള്ള ആൾക്കാർ മുസ്ലിങ്ങളാണ്. പക്ഷേ ആ രാഷ്ട്രം സൗദികളുടെ സ്വന്തമാണ്, എമറാത്തികളുടെ സ്വന്തമാണ്, UAE. അവർ തമ്മിൽ കണ്ടുകൂടാ. അവർക്കെതിരെ ഇപ്പോൾ സൗദി അറേബ്യ വേറൊരു ടർക്കിയായിട്ടും പാകിസ്ഥാനായിട്ട് കൂട്ടിച്ചേർന്ന് വേറെ ചില പരിപാടികൾ ഒപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അവർ തമ്മിൽ അടി. അപ്പോൾ ഇവിടെ പറയണം ഞങ്ങളുടെ രാജ്യം മുസ്ലിങ്ങളുടെ രാജ്യമൊന്നുമില്ല, ഉള്ളത് മുഴുവൻ അവിടുത്തുകാരുടെ രാജ്യമാണെന്ന് അർത്ഥം. അതായത് മുമ്പ് പറഞ്ഞ പോലെ ഖത്തറികളുടെയാണ്, അവരുടെ മതം മുസ്ലിം മതമാണ്. ബഹ്റൈനികളുടെയാണ്, ഒമാനികളുടെയാണ്. തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഏറ്റവും വലിയ സങ്കടം എന്താ അറിയാമോ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ഇന്ത്യ ഞങ്ങളുടേതാണെന്ന് പറയാൻ പറ്റുന്നില്ല. മനസ്സൊന്നും പറയാൻ പറ്റുന്നില്ല. വഴക്കും മയാവരി വരുമ്പോൾ പറയും നിന്റെ മാത്രമൊന്നുമല്ല ഞങ്ങളുടെയാണ് അപ്പം പറയും. പക്ഷെ മനസ്സ് തുറന്ന് ഭാരതമാതാ അത് പറയാൻ അവർക്ക് കഴിയുന്നില്ല. വന്ദേ മാതരം അത് പറയാൻ അവർക്ക് കഴിയുന്നില്ലെന്നർത്ഥം. ആ സമയം വരുമ്പോൾ അവർക്ക് ഭാരതത്തോട് പുച്ഛമാണ്, പരിഹാസമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) ഓരോ പൗരനും ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ആരും മൂക്കത്തിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ആശയപ്രകടന സ്വാതന്ത്ര്യം. ഇപ്പം കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ RSSകാർ ചെയ്യുന്നത് ശരിയല്ല, അവരിപ്രകാരമല്ല ചെയ്യേണ്ടത് പറയാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ചിലപ്പോൾ അതിൻ്റെ പേരിലേക്കും ചില തരികടകൾ കാണിച്ച് വേറെ ചില കേസ് ചാർജ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും എല്ലാവർക്കും മൗലികമായിട്ടുള്ള അവകാശമുണ്ട്. അതുമാത്രമല്ല, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51(a)(h) അനുസരിച്ച് ശാസ്ത്രീയമായിട്ട് മനോഭാവങ്ങൾ, മാനവികത, ഹ്യൂമാനിറ്റി, അന്വേഷണ പരിഷ്കരണ ബോധം അത് വളർത്തുക എന്നുള്ളത് എല്ലാവർക്കും കൈയാളുള്ള അവകാശം മാത്രമല്ല, അത് കർത്തവ്യമാണ്. ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പകർത്തുക എന്നുള്ളൊരു കർത്തവ്യമാണ് വാസ്തവത്തിൽ. ചരിത്രപരമായിട്ട് ഏതൊരു സമൂഹവും വളർന്നിട്ടുള്ളത് നവോത്ഥാന ചിന്തകളിലൂടെയാണ്. ഈ പറയുന്ന ഇസ്ലാം മതം ആലോചിച്ച് നോക്കുക. ഇപ്പം ആരിഫ് ഹുസൈൻ വിമർശിക്കുന്നു പറഞ്ഞ ഇസ്ലാം മതം ജാഹിലിയ കാലഘട്ടത്തിൽ ഉദാഹരണം പറഞ്ഞ പെൺകുട്ടികളുണ്ടായി കൊന്നു കുഴിച്ചു മൂടും. പെൺകുട്ടികൾ വേണ്ട. മദ്യപാനം അവിടുത്തെ ഒരു പച്ചവെള്ളം കുടിക്കുന്ന പോലെയാണ്. അങ്ങനെയായിരുന്നു ഉമർ ബിൻ ഖത്താബ് പോലെ അങ്ങനെയാണ് അവിടെ ജീവിച്ചിരുന്നത്, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അതൊരു 365 ദൈവങ്ങളും അങ്ങനെയായിട്ട് വ്യഭിചാരവും മദ്യപാനവും ഒക്കെ ആയിട്ട് അവരൊരു കത്തിക്കുത്തുമ്പോഴൊക്കെ വേറെയുണ്ട് അങ്ങനെ ജീവിച്ചിരുന്നത്. എങ്ങനെയാണത് ഇങ്ങനെയായത്? അവർ തന്നെ പറയുന്നു നവോത്ഥാനം കൊണ്ടാണെന്ന്. ആരുടെ നവോത്ഥാനം? പ്രവാചകൻ്റെ നവോത്ഥാനം. പ്രവാചകൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അതൊന്നും നമ്മൾ പറയാൻ തയ്യാറില്ല, അതൊക്കെ അവർ ചിന്തിച്ചോളൂ. പക്ഷേ അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, പ്രവാചകൻ്റെ ഹിജറ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ചില പാക്റ്റുകൾ, അതിലൂടെയാണ് ഇന്നത്തെ രീതിയിലുള്ള ഇസ്ലാം ഉണ്ടായത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരർത്ഥത്തിൽ നല്ലതോ ചീത്തയായിട്ടോ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ സർഗാത്മകമായിട്ടോ അല്ലാത്തോ എന്തോ ആവട്ടെ മാറ്റം സംഭവിച്ചല്ലോ. ആ മാറ്റത്തെ അവർ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഉണ്ടായത്? വിമർശനത്തിലൂടെയല്ലേ ഉണ്ടായത്. മക്കയിലുള്ള സമയത്ത് മക്കയിലുള്ള ഖുറൈശികളെ മുഴുവൻ വിമർശിച്ചു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരികളിലേക്ക് കടന്നു. അതിൻ്റെ പുറകിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നവോത്ഥാനം എന്നാണ് പറയുക. എല്ലാ മതങ്ങളിലും കാലങ്ങളിലൂടെ വരുന്ന ദുരാചാരങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ ഇൻട്രൊഡക്ഷനിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്,
കാലം കൊണ്ട് വരുന്ന ചില ശരിയല്ലായ്മകൾ. പല ആളുകളും അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ട് എന്തുണ്ടാവും, വടക്ക് എന്നുള്ള തെക്കവും തെക്ക് എന്നുള്ള വടക്കാവും, അമ്മ എന്നുള്ള അച്ഛനാവും, അച്ഛൻ എന്നുള്ള അമ്മ എന്നാവും, ശത്രു മിത്രവും മിത്രം ശത്രുവും. അപ്പം അങ്ങനെ വന്നിട്ടുള്ള പല കാരണങ്ങളിലും തിരുത്തിയിട്ടാണ് ശങ്കരാചാര്യർ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ശ്രുതിവിഹിതമായ രീതിയിൽ അതുകൊണ്ട് എല്ലാ വരികളുടെ അവസാനം എഴുതിയിട്ടുണ്ട്, ഇത് ശ്രുതേഹേ, ഇപ്രകാരം ശ്രുതി പറയുന്നു, അതിനാണ് തെളിവ് നിരത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ശങ്കരഭാഷ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കാലങ്ങളെ കൊണ്ട് പല കേടുപാടുകൾ സംഭവിക്കും. എല്ലാത്തിനും ഇരുമ്പ് തൂണാണെങ്കിലും അതിൽ കേടുപാടുകൾ സംഭവിക്കും. അതുപോലെ തന്നെ ഇവിടെ മതങ്ങളിലുള്ള ദുരാചാരങ്ങൾ അത് വർദ്ധിച്ചു വന്ന് ആ മരത്തിൻ്റെ തനത് രൂപം ആ മതത്തിൻ്റെ തനത് രൂപം തന്നെ ഇല്ലാതായിട്ട് മാറും. സ്ത്രീ വിരുദ്ധത, അതുപോലെ തന്നെ വിവേചനങ്ങൾ, മനുഷ്യത്വരഹിതമായിട്ടുള്ള ആചാരങ്ങൾ, മത തീവ്രവാദം. ഇത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് സാമൂഹ്യ പരിഷ്കാരങ്ങൾ സാധ്യമാകുന്നത്. ആയതുകൊണ്ട് തന്നെ മതവിമർശനം അത് അന്ധവിശ്വാസങ്ങൾക്കും തിന്മകൾക്കും എതിരെയുള്ള പോരാട്ടമായിട്ടും അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തയുടെ പ്രകടനമായിട്ടുമാണ് കാണേണ്ടത്. ആരെന്തിനു പറഞ്ഞ് നിങ്ങൾ ചെയ്ത് ശരിയാവുന്ന അയാളുടെ മുഖത്ത് ഇടിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അപ്രകാരം ഈ ഡോക്ടർ ആരിഫ് ഹുസൈനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇപ്പോൾ എന്തായി, ആരിഫ് ഹുസൈൻ ഇവിടെ വലിയൊരു പ്രവാചകനായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം എവിടെയെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. മമ്മൂട്ടി ഇതേ അവരുടെ കടയിൽ മമ്മൂട്ടി വരുന്നു, ഇതേവിടെ കടയിൽ ആരിഫ് ഹുസൈൻ വരുന്നു. മമ്മൂട്ടിയെ കാണാൻ 500 പേരുണ്ടെങ്കിൽ ആരിഫ് ഹുസൈനെ കാണാൻ കുറഞ്ഞത് 501 പേരുണ്ടാവും എന്നുള്ളൊരു സാഹചര്യമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ആരിഫ് ഹുസൈൻ്റെ വിമർശനങ്ങളെ അല്ലെങ്കിൽ മറ്റാരുടെയും വിമർശനങ്ങളെ അത് സർഗാത്മകമായിട്ട് അതിലെന്തെങ്കിലും പറയുന്നുണ്ടോ, ആ പറയുന്നതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ തിരസ്കരിക്കേണ്ടതുണ്ടോ, അങ്ങനെ ക്രിയാത്മകമായിട്ട് തങ്ങളുടെ നിലപാടുകളിലൂടെ ആണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, MS ഗോൾവാൾക്കർ മഹാത്മാഗാന്ധിയുടെ അടുത്ത് നിന്നിട്ട് അന്ന് ഈ മറ്റേ ഗോൾവാൾക്കറല്ല VD സവർക്കർ അന്ന് പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു 9 hours to രാമ എന്ന് പറഞ്ഞ ആ ചരിത്ര ആഖ്യായിലുള്ളതാണ് കേട്ടത്. അദ്ദേഹത്തെ വെടിവെച്ചു വന്ന് അങ്ങനെ രാഷ്ട്രപിതാവാകും, മഹാത്മാവാകും. നിലപാടുകളെ കൊണ്ട് അദ്ദേഹത്തെ വെടിവെക്കണം എന്നാണ് പറഞ്ഞത്. നിലപാടുകളിലൂടെ വാക്കുകളിലൂടെ അദ്ദേഹത്തെ ഇല്ലാതാക്കണം എന്നാണ് പറഞ്ഞത്. അതിനാണ് ചെയ്യേണ്ടത്. മിസ്റ്റർ ആരിഫ് ഹുസൈൻ, പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഇന്നും മുസ്ലിമാണ്, ഞങ്ങളുടെ കുട്ടിയാണ്. അങ്ങ് പറയുന്ന കാര്യങ്ങൾ പലതും ശരിയല്ല കേട്ടോ. അതെന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നതെന്നല്ലേ, ഇതേ ഞങ്ങൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരിഫ് ഹുസൈൻ ചിലപ്പോൾ അടക്കം വന്നേനെ. അതിൽ ഈ ആരിഫ് ഹുസൈൻ പറയുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ തുരുമ്പ് പിടിച്ച് ഇസ്ലാം മതത്തിന് ഉപകാരപ്പെട്ടേനെ വാസ്തവത്തിൽ. ഏതായാലും അവിടെ കൊണ്ടല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഇവരെല്ലാവരും കൂടിയിട്ട് അവർ പറയുന്ന ഈ വിഷവൃക്ഷത്തെ, ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ വിഷവൃക്ഷത്തെ അവരെന്ത് ചെയ്യണം, നിലപാടുകളിലൂടെയാണ് കേട്ടോ കട്ട് ചെയ്ത് കളയണം. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, അതിന് വേണ്ടത് വെള്ളവും വളവും ഉപയോഗിച്ചുകൊണ്ട് ആ വിഡ്ഢികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് ഹുസൈനെ വളർത്തുകയാണ് ചെയ്യുന്നത്. ആരിഫ് ഹുസൈനെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം കേസോട് കേസാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എവിടെ പോകുന്നുവോ അതാണ് ആരിഫ് ഹുസൈനൊരു പ്രസ്ഥാനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്താണ്, ഈ നാവ്. ആ നാവും മുമ്പിലൊരു NN പിള്ള സാറ് പറഞ്ഞ പോലെ മുമ്പിലൊരു മൊബൈലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അതിപ്പോൾ ജയിലിൽ പോയാലും എവിടെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, അല്ല അദ്ദേഹത്തിൻ്റെ തലമണ്ട എറിഞ്ഞുടയ്ക്കണം. ബുദ്ധി ഉണ്ടാവും പാടില്ല, മനസ്സുണ്ടാവും പാടില്ല, കണ്ണുണ്ടാവും പാടില്ല, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ നശിപ്പിക്കണം. പക്ഷേ അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എയറിൽ കിടന്ന് കളിക്കുകയാണ്. അത് ഏറ്റവും അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന അഭിപ്രായങ്ങളെ വെട്ടിമുറിക്കുകയല്ല വേണ്ടത്. അഭിപ്രായങ്ങളെ വെട്ടിമുറിച്ചാലും ആ വ്യക്തിയെ വെട്ടിമുറിച്ചാലും അഭിപ്രായങ്ങൾ അവിടെ തന്നെ നിൽക്കും. കുട്ടിയെ സ്കൂളിൽ ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയാലും കുട്ടി ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം ക്ലാസ് റൂമിൽ കിടന്നിങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ വാസ്തവത്തിൽ. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം എനിക്ക് പറയാനുള്ളത്, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും പോരാട്ടത്തിൽ ആരിഫ് ഹുസൈൻ നടത്തുന്ന മതവിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ എനിക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ്റെ വിമർശനങ്ങൾ ശരിയാണോ തെറ്റാണോ ഞാൻ കുറേ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ആരിഫ് ഹുസൈൻ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ ആരിഫ് ഹുസൈൻ്റെ കഴുത്തിൽ കയറി പിടിക്കാനുള്ള മുസ്ലിങ്ങളുടെ പ്രവണത തെറ്റാണ്. അത് തെറ്റാണ്, അതെനിക്ക് പറയാനുള്ളൂ. ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആരിഫ് ഹുസൈനെ നിങ്ങൾ വിചാരണ ചെയ്യൂ, സർഗാത്മകമായ രീതിയിൽ വിചാരണ ചെയ്യൂ. മതത്തിനുള്ളിലെ കൂടുതൽ ദുഷ്യചിന്തകൾ, അവരെ കാണൽ മത നിയമങ്ങളൊക്കെ പുറത്തു വരട്ടെ.
കൂടുതൽ മതം വിമർശന വിധേയമാക്കത്തക്ക രീതിയിൽ ആരിഫ് ഹുസൈൻ അങ്ങോട്ട് വിചാരണ ചെയ്യപ്പെട്ടെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ്റെ ജോലി അവസാനിച്ചു. ആ ജോലി ഇവരെ ഏറ്റെടുത്തു. ഇവരിപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രവാചകനെക്കുറിച്ച് പറയുന്നതിന് പകരം അള്ളാഹ് എന്ന് പറയുന്ന ഇവരുടെ പരമദൈവത്തെക്കുറിച്ച് പറയുന്നതിന് പകരം ഇവർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആരിഫ് ഹുസൈൻ, ആരിഫ് ഹുസൈൻ, ആരിഫ് ഹുസൈൻ. നമ്മുടെ ഹിന്ദുവിലെ അമ്മമാർ പറഞ്ഞ പോലെ നാരായണ 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 എന്ന് പറഞ്ഞവരെ ആരിഫ് ഹുസൈൻ, ആരിഫ് ഹുസൈൻ, ആരിഫ് ഹുസൈൻ പോലെ. ആരിഫ് ഹുസൈനിന് ആനന്ദലബ്ധിക്ക് വേറെ എന്ത് വേണം? മതത്തിനകത്തുള്ള സത്യസന്ധമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ ഭീഷണികളും ആക്രമണങ്ങളും ഉയരുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒപ്പം നിൽക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ മതത്തെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മതത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാരൊന്നും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിമർശിച്ചത് ശബരിമല തന്ത്രിമാരെക്കുറിച്ച്, അമ്പലത്തിലെ പൂജാരിമാരെക്കുറിച്ച്, അമ്പലത്തിൽ നടക്കുന്ന ആനവെടി മിമിക്രി നാടകം അതിനെക്കുറിച്ച് സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ മതത്തെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ് എല്ലാ സന്യാസിമാരും. പക്ഷെ അവരെതിരിടുന്ന സമയത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? കുട്ടികളോട് പഠിക്കാൻ പറഞ്ഞ് കുട്ടിയുടെ ചെവി പിടിച്ചു തരുമ്പോൾ അവൻ കിടന്ന് കരയുന്ന പോലെയാണ് ഹിന്ദുക്കൾ കരയുന്നത്. നമ്മൾ നല്ലതാണ് ചെയ്യുന്നത്, പക്ഷേ പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ പറയാറില്ല. അത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എനിക്ക് ഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, പ്രിയമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ പറയാം. എൻ്റെ നിലനിൽപ്പ് എനിക്ക് പ്രശ്നമല്ല. ഏതായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ആരിഫ് ഹുസൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ വ്യക്തിക്കല്ല, സ്വതന്ത്ര ചിന്തകൾക്ക് പിന്തുണ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ ഒരു ചുമതലയായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. നമസ്കാരം.